മാറി മാറി വരുന്നതാണ് നല്ലത്. മാറി മാറി വരണം. മാറി മാറി വേണ്ട ഭരണം തന്നെ നല്ലത്. എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. മാറി മാറി വരുന്നതാണ് നല്ലത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രണ്ടുപേർക്കും ഒരു ചിന്ത മതി. ഒരു പാർട്ടി തുടരെ ഭരിക്കാനുള്ളൊരു വിഷയം വെച്ചാൽ കറപ്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലും. തുടരെ ഭരിക്കുന്ന ഭരണം നല്ലതാണെങ്കിൽ അത് മതി. വോട്ടിന്റെ അന്ന് വരെ അറിയാം, പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാണ്ടല്ലോ. മാറി മാറി വരുന്നത് തന്നെ നല്ലതായിരിക്കും. അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ ഇന്നലെ തിരുവനന്തപുരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ തുടരുമെന്ന് LDFും, ഇല്ല ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് BJPയും, ഇല്ല ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന് UDFും പറയുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തു തന്നെയായിരുന്നാലും തുടർ ഭരണമാണോ അതോ ഒരു മാറ്റമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവരിലൂടെ തന്നെ ഒന്ന് നമുക്കതൊന്ന് അറിയാം. ഇലക്ഷനൊക്കെ ആണല്ലോ ചേട്ടാ, ഒരു പാർട്ടി തുടരെ ഭരിക്കുന്നതാണോ അതോ ഭരണം മാറി മാറി വരുന്നതാണോ നല്ലത്? മാറി മാറി വരുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാ ചേട്ടാ അങ്ങനെ പറയാൻ കാരണം? എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് മാറി വരണം, ഭരണം മാറി വരണം, എപ്പോഴും മാറി മാറി വരണം. മാറി മാറി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ഉണ്ടാവും തോന്നുന്നു? ഇപ്പോഴുള്ളതിനേക്കാളും വിലക്കയറ്റങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ഈ ഓരോരുത്തർ തൊഴിൽ ചെയ്യുന്നതിന് അതിനുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള മാറ്റങ്ങൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭരണം മാറി മാറി വരണം. ഇപ്പൊ വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. പിന്നെ ഇനി അപ്പോഴുള്ളത് ചേട്ടാ, ഇപ്പൊ ഒരു പാർട്ടി തുടരെ ഭരിക്കുന്നതാണോ അതോ മാറി മാറി ഭരണം വരുന്നതായിരിക്കും ഒരു ജനാധിപത്യ രാജ്യത്തിന് നല്ലത്? എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഭരിച്ചെല്ലാം അയ്യപ്പന്റെ വരെ കെട്ടുന്ന ചേട്ടാ, മാറി സർക്കാർ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. മാറി മാറിയുള്ള ഭരണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? മാറി വരുന്നത് തന്നെയാണ് അപ്പൊ നല്ലത്. ചേട്ടാ, ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് എല്ലാം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു. മാറി മാറിയുള്ള ഭരണം വരുന്നതാണോ നല്ലത്? മാറി മാറി വരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്ന് വെച്ചാലേ കുറേ നമ്മളെ പോലെ പാവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇലക്ഷന് മാത്രമേ അവർ വന്ന് അന്വേഷിക്കുകയുള്ളൂ. ഒരു കാര്യം പിന്നെ നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവർ മൈൻഡ് ചെയ്യില്ല. അപ്പം നമ്മൾ വോട്ട് കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ താമസിക്കുന്നു? അന്ന് ഇലക്ഷൻ വരെ നമ്മളറിയാം, വോട്ടിൻ്റെ അന്ന് വരെ അറിയാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാണ്ടല്ലോ വെറും പട്ടിയാക്കി വിടും നമ്മളെ. മാറി മാറി വേണ്ട ഭരണം തന്നെ നല്ലത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ, ജനങ്ങൾക്ക് സഹായങ്ങൾ വേണ്ടേ. സഹായം ഇല്ലാതെ ഒരു പാർട്ടിയിൽ ജയിച്ചാൽ മാറി മാറിയുള്ള ഭരണം വന്നു കഴിഞ്ഞാൽ വികസനം ഉണ്ടാവും ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തുടരെ ഒരു പാർട്ടിയാണല്ലോ. ഇനി വരുന്ന ഒരു ഇലക്ഷനിൽ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇലക്ഷനില് തിരിച്ചു വരെ ഒരു മാറ്റം ഉണ്ടാവണം. മാറി മാറി വരുന്നതാണ് നല്ലത്. എന്താ അങ്ങനെ ഒരു അഭിപ്രായത്തിന് കാരണം? ഒരേ തവണ വേണ്ടല്ലോ. ഓഫീസുകളിലെ ഓരോ സീറ്റിലും 3 കൊല്ലം കഴിയുമ്പോഴത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാണ്? അതേ കാരണം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്ന അവർക്കുണ്ടല്ലേ കറപ്ഷന് വേണ്ടിയുള്ള അവസരം കൂട്ടുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മാറി മാറി വരുന്നതാണ്. അധികാരം എപ്പോഴും വിഭജിക്കണം. നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. മാറി മാറിയുള്ള എന്തായിട്ടാ അങ്ങനെ തോന്നാൻ കാരണം? ചിലവർക്ക് എല്ലാവരും കാണത്തില്ല, ചിലർക്ക് അഹങ്കാരങ്ങൾ കൂടുതലായിരിക്കും. സ്ഥിരമായിട്ട് കിട്ടിപ്പോയ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ, മാറി മാറിയുള്ള ഭരണം വരുമ്പോൾ ഉപയോഗം കിട്ടും. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രണ്ടുപേർക്കും ഒരു ചിന്ത വരും. ഒരാൾ തന്നെ ആകുമ്പോൾ അങ്ങനെ ഒരു പോകും. ചേട്ടാ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റമുണ്ട്, പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ മാറ്റം വേണം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു പാർട്ടി തുടരെ ഭരിക്കാനുള്ളൊരു വിഷയം വെച്ചാൽ കറപ്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലും. പക്ഷേ പാർട്ടികൾ മാറി മാറിയാണെങ്കിൽ കറപ്ഷൻ്റെ റേറ്റ് കുറയാം. പുതിയ ഓരോ പാർട്ടികളുടെയും നയങ്ങൾ അവർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ആശയങ്ങൾ വേറെ, അതുകൊണ്ട് മാറി മാറി ഭരിക്കുന്നതായിരിക്കും നല്ലത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ സ്ഥലത്തുള്ള ആളല്ല. ഞാൻ ആലപ്പുഴയിലെ കാർത്തേപ്പള്ളിയാണ് സ്ഥലം. ഞാൻ ഇന്നലെ വോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം നാട്ടിൽ പോയിരുന്നു. പക്ഷേ ഇവിടുത്തെ പൾസൊക്കെ അറിയാം. എങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മേയർ ബഹുമാനപ്പെട്ട ആര്യ രാജേന്ദ്രനോട് തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഫീൽഡ്. പക്ഷേ കുറേ വിഷയങ്ങളുണ്ട്, അത് വേറെ വശം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവർ തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരു പാർട്ടി തുടരെ ഭരിക്കുന്നതാണോ മാറി മാറിയുള്ള ഭരണമാണ് നല്ലത്? എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഭരണത്തിന്റെ ഇതുപോലെയാണ്, അങ്ങനെയാണ്.
ഇപ്പം തുടരെയുള്ള ഭരണത്തിൽ അമ്മ അപ്പം തൃപ്തയല്ല. അമ്മ ഇപ്പം ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. ഇവിടുത്തെ കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ പാർട്ടിയെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്താ കാരണം? അത് അവരെ ഭരണം ശരിയല്ല, അതുകൊണ്ട് മാറ്റം വരണം. ഒരു പാർട്ടി തുടരെ ഭരിക്കുന്നതാണോ മാറിമുള്ള ഭരിക്കണം? എന്താ സാർ അങ്ങനെ ഒരു ഒപ്പീനിയൻ? അഴിമതി കുറയല്ലോ, അത് പ്രധാന കാര്യം. മറ്റേ അഴിമതിക്കുള്ള ലൈസൻസ് കൊടുക്കുക. പക്ഷേ ചിലർ പറയുന്നത് ഞങ്ങളെ തുടരെ ഭരിച്ചാൽ മാത്രമേ വികസനം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. ഇപ്പോഴത്തെ ഭരണം 10 കൊല്ലം ഭരിച്ചതാ മുടിച്ചിരിക്കുന്നു, നാട് മുടിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞല്ലോ, അതിലെന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റമാ പ്രതീക്ഷിക്കുന്നു. BJPക്ക് സീറ്റ് കൂടുതൽ കിട്ടും, ഉറപ്പാണ്. തുടരെ ഭരിക്കുന്ന ഭരണം നല്ലതാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ മാറി മാറി ഭരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ ഇന്നലെ ആയിരുന്നല്ലോ, അതിനൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നടക്കുമോ എന്നുള്ളൊരു വിശ്വാസം. റിസൾട്ട് വരുമ്പോൾ അറിയാല്ലേ? മാറി വരുന്നതാണ് നല്ലത്. നമ്മൾ ഈ തുടർ ഭരണമാകുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ മാറി വരണം എന്നൊരു അഭിപ്രായമുള്ള എനിക്കുണ്ട്. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ ആയിരുന്നല്ലോ, അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? അവിടെ മാറ്റം പ്രതീക്ഷിക്കുന്നു, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കുന്നു മാറി വരുന്നത് തന്നെ നല്ലതായിരിക്കും. നല്ലത്. എന്താ കാരണം? ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് ഈ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി തുടരെ ഭരിച്ചാലുള്ള പ്രധാന പ്രശ്നം എന്തായിരിക്കും? 10 വർഷം കൊണ്ട് എന്തുമാത്രം പിന്നെ സാധനങ്ങൾക്ക് വില കയറി, പിന്നെ മോട്ടോറിൻ്റെ സാധനങ്ങൾക്ക് വില കയറി, ഇൻഷുറൻസിന് കൂട്ടി, എല്ലാം സാധനത്തിനും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറങ്ങി പോകുമ്പോൾ എല്ലാം കുറച്ചിട്ട് തന്നെ പോകണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം ഇപ്പം ഒന്നി കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വരാനാണ് സാധ്യത, ചില സ്ഥലങ്ങളിൽ BJP വരാനാണ് സാധ്യത.